കാക്കി കൂടിവരി കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. ഗുഡ് മോർണിംഗ്. ഇപ്പം ഞാൻ കുറച്ച് ദിവസമായില്ല എന്തെങ്കിലും ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട്, വേറെ ഒന്നുമല്ല, നല്ല തിരക്കാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ എൻ്റെ കോട്ടയ്ക്കലുള്ള വീട്ടിലെ ഒരു ഡേ ആണ്. ബിസി ഡേ ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാടൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല, എന്നാലും പറ്റണ പോലെ ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ. ബസ്കുട്ടിക്കുള്ള പാലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ഞാൻ എൻ്റെ ഇത്തിരി ചായ കുടിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ തിരിച്ചിട്ട് ട്രിവാൻഡ്രത്ത് പോവാം. അതുകൊണ്ടാണ് ഞാൻ രാവിലെ നേരത്തേക്ക് എണീറ്റ് ഫുഡൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അമ്മയ്ക്ക് കുറച്ച് സുഖമില്ല, കുറച്ച് ചെസ്റ്റ് ഇൻഫെക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് അമ്മ കിടക്കുകയാണ്. അപ്പം ഞാൻ കടലക്കറി ഉണ്ടാക്കാനുള്ളൊരു ശ്രമമാണ്, വറുത്തരച്ചിട്ടുള്ള കടലക്കറി. ഞാൻ ആകെ ഒരു 2 പ്രാവശ്യമൊക്കെ മൊത്തത്തിൽ പാചകത്തിൻ്റെ ലൈഫിൽ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും കുറച്ച് സക്സസ് ആയി. കടലക്കറി ഉണ്ടാക്കിയിട്ട് എനിക്ക് അപ്രിസിയേഷൻസൊക്കെ കിട്ടി. അപ്പോൾ കടലക്കറിയും പുട്ടും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏട്ടന് കടലക്കറിയും ദോശയും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ രാവിലെ ഇങ്ങനെ അടുക്കളയിൽ തകൃതിയായ പണിയായിരുന്നു. അപ്പോൾ ഇന്നത്തെ ദിവസം എനിക്ക് പണിയൊക്കെ ഒന്ന് ഒതുക്കിയൊക്കെ കഴിഞ്ഞ്, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് കീർത്തി വീട്ടിലുണ്ട്. അപ്പോൾ ഏടത്തി അപ്പോൾ കുഞ്ഞുമണീനെ കീക്കി നോക്കും, വസ്കുട്ടീനെ അമ്മയും മേമയും കൂടെ നോക്കും എന്നുള്ളത് കൊണ്ട് എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, അവൾ പ്രസവിച്ചിട്ട് കിടക്കുകയാണ്, പെൺകുട്ടിയാണ്. അപ്പോൾ അവളെ കാണാൻ വേണ്ടിയിട്ട് പോകണമായിരുന്നു. എപ്പോഴെങ്കിലും അല്ലേ നാട്ടിലേക്ക് വരുന്നുള്ളൂ, അപ്പോഴേ ഇതൊക്കെ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോയത്. അപ്പോൾ രാവിലെ ഈ കടലക്കറി ഉണ്ടാക്കി വെക്കുന്ന പരിപാടി മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴേക്കും പിന്നെ മേമയും കീർത്തിയൊക്കെ വന്നു. പിന്നെ അവർ അടുക്കള ഭരണം ഏറ്റെടുത്തു. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കുട്ടികളുടെ പിന്നാലെയായി. പിന്നെ കുട്ടികളെ നോക്കൽ തന്നെ ഒരു പ്രധാനപ്പെട്ട പണിയാണല്ലോ. പിന്നെ ഇപ്പോൾ ഇവിടെ വസുക്കുട്ടിയും കൂടി വന്നതുകൊണ്ട് വസുക്കുട്ടിയും കുഞ്ഞുമണിയും കൂടി ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ അടിപിടി ഉണ്ടാവും. മെയിനായിട്ട് വസുക്കുട്ടിയാണ് അടി ഉണ്ടാക്കുന്നത്. കുഞ്ഞുമണിക്ക് അങ്ങനെ അടി ഉണ്ടാക്കാനുള്ളൊരു പ്രായം ആവണല്ലേ ഉള്ളൂ. എന്നാലും ഒരാളെടുത്താൽ 2 പേരും ഒരുമിച്ചെടുക്കണം. പിന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ 2 വ്യക്തി ഒരുമിച്ച് കൊഞ്ചിക്കണം. ഒരേ സാധനം തന്നെ 2 ആൾക്കും വേണം. അത് മെയിനായിട്ട് വസുക്കുട്ടിക്കാണ്. കുഞ്ഞുമണി എന്തെങ്കിലും എടുത്താൽ അപ്പം അതന്നെ വേണം. അതിപ്പോൾ മുത്തശ്ശിയും കുട്ടികളും കൂടെ ഉള്ള കളിയാണ്. അമ്മയ്ക്ക് പിന്നെ എത്ര വയ്യെങ്കിലും അമ്മയ്ക്ക് കുട്ടികൾ ഉള്ളതുകൊണ്ട് ഭയങ്കര സന്തോഷമാണ്. എന്തെങ്കിലുമൊക്കെ അവർക്ക് ചെയ്തു കൊടുക്കണം എന്നുള്ള അതിയായ മോഹം കൊണ്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, എത്ര റെസ്റ്റ് എടുക്കണമെന്ന് പറഞ്ഞാലും. എന്നാലും ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടെയൊക്കെ റെസ്റ്റ് കിട്ടുന്നത് കൊണ്ട് ബെറ്റർ ആവുമെന്ന് വിചാരിക്കുന്നു. നല്ല സുഖമില്ലായ്മ ഉണ്ടായിരുന്നു. അത് ശരി. ആണോ? ഷിംകു ആയോ? എന്തിനാ ഇങ്ങനെ കാണിക്കുന്ന മുഖം? സൊറോ ഷിങ്കോപ്പ ഷിങ്കോപ്പ ഇല്ല തരില്ലി നീയപ്പം. അയ്യോ കാക്കി പറ്റിച്ചോ. കാക്കി കൂടിവരി കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. ഇത് കുത്തണ്ടേ? നല്ല ഭംഗിയുള്ള ക്ലിപ്പല്ലേ? കുത്തിയാലോ? ഇതിനെങ്ങനെ നോക്കണേ? അത് ഞാൻ തൊട്ടാ പോരെ. കൂടിവരി കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ. കുഞ്ഞിനു തീറ്റ കാഞ്ഞാൽ കുഞ്ഞു കിടന്നു കരഞ്ഞിടും. കാക്ക ഇങ്ങോട്ട് നോക്കിയേ. കാക്ക കാക്ക. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ കുളിയും ബഹളങ്ങളും ഭക്ഷണം കഴിക്കലും എല്ലാം കൂടി ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് 2 പേരും ഫുഡൊക്കെ കഴിച്ച് കുളിച്ച് പിന്നെ ഇങ്ങനെ ടി വി കാണൽ. കുറച്ച് നേരം ടി വി കാണിക്കും, പിന്നെ അത് കഴിഞ്ഞ് പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും കളിപ്പിക്കും, പിന്നെയും ടി വി കാണിക്കും. അങ്ങനെയൊക്കെ ടി വി കാണിക്കാതിരിക്കലൊരു എത്ര ശ്രമിച്ചാലും നടക്കില്ല. കാരണം ആ കുട്ടനും കൂടെ ഉള്ളതുകൊണ്ട് അവനെന്തായാലും വെക്കും. അപ്പോൾ ഇവർ 2 പേരും അവിടെ പോയി അന്തം വിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ 3 പേരെയും മേയ്ക്കണ്ടേ.
എനിക്കാണെങ്കിൽ കുഞ്ഞുമണിയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് കുറേ തണുത്ത ജ്യൂസൊക്കെ കുടിച്ചതുകൊണ്ട് നല്ല ത്രോട്ട് ഇൻഫെക്ഷനായി. പിന്നെ ഞാൻ മണ്ണിലിൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കുഞ്ഞുവാവനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയപ്പോൾ ഞാൻ മാസ്ക് വയ്ക്കാൻ വിട്ടുപോയി. തിരിച്ചു വന്നപ്പോൾ ഞാൻ മാസ്ക് വെച്ചിരുന്നു. ഇപ്പം ഞാനിതാ ചിക്കുവിൻ്റെ വീട്ടിൽ പോകാൻ വേണ്ടി റെഡി ആവാണ്. ഞാൻ, വൃന്ദമ്മ, ചിക്കുമ്മ, PK അപ്പോൾ ഞങ്ങൾ 4 പേരാണ്. ഒരു ബെഞ്ച് ഉണ്ടായിരുന്നേ +1 +2 പഠിക്കുമ്പം. അപ്പോൾ PKക്ക് വരാൻ പറ്റിയില്ല. ഇപ്പോൾ എന്തോ ഫെബ്രുവരിയിൽ എന്തോ വരുന്നുള്ളൂ നാട്ടിൽ. അപ്പോൾ ഞങ്ങളുടെ ഒരു നേരത്തെ ചെല്ലും എന്ന് പറയാതെ സർപ്രൈസായിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ മുഹമ്മദ് അലി ഏട്ടനാണ് എൻ്റെ സാരഥി. ഞങ്ങളുടെ ഓട്ടോ ഏട്ടനാണ്. അപ്പോൾ ഓട്ടോയിലാണ് പോയത് കേട്ടോ. നല്ല വെയിൽ ഉണ്ടല്ലോ, അപ്പോൾ ബസ്സൊക്കെ മാറി കയറി, പിന്നെ ഓട്ടോറിക്ഷ മാറി കയറി, അങ്ങനെ ഇതാവേണ്ട വിചാരിച്ചിട്ട് അപ്പോൾ അത് ഞങ്ങൾ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ബേബി കെയറിൽ കയറി. നല്ല സെലക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ട്രിവാൻഡ്രത്തേക്കാളും ഒരുപാട് സെലക്ഷനുള്ള മാതിരിയാണ് തോന്നിയത്. ഇത്രയൊന്നും കിഡ്സിനൊന്നും ഇത്രയും നല്ല ഫാഷനബിളായിട്ടുള്ള ഡ്രസ്സുകളൊന്നും ട്രിവാൻഡ്രത്ത് കിട്ടാറില്ല. അപ്പോൾ എന്തായാലും നമുക്ക് പിന്നെ കൺഫ്യൂഷനായിപ്പോയി എന്തൊക്കെ മേടിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ വാസ്കോട്ടിക്ക് ഈ ഉടുപ്പ് വാങ്ങിച്ചു. സൈസ് ചെറുതായിപ്പോയി. ഇപ്പോൾ അത് മാറ്റാൻ കൊണ്ടുപോകണം. ഞാൻ ചിക്കുവിൻ്റെ വീട്ടിൽ ചെന്നിട്ടുള്ള ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾ അവിടെ ചെന്ന് പിന്നെ ഫുള്ള് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് വിചാരിച്ചതിനേക്കാൾ ടൈം ലേറ്റ് ആവുകയും ചെയ്തു. അങ്ങനെ ചിക്കുവിൻ്റെ അമ്മ ഞങ്ങൾക്ക് ചിക്കൻ കറിയും അച്ഛൻ ചപ്പാത്തിയൊക്കെ വാങ്ങിച്ചുകൊണ്ടൊന്ന് വൈകുന്നേരം ചായയുടെ സമയത്ത് ഞങ്ങൾ ചിക്കൻ കറിയും ചപ്പാത്തിയൊക്കെ കഴിച്ചു. അങ്ങനെ ഒരു നല്ലൊരു കുഞ്ഞു സമയമാണെങ്കിലും നല്ലൊരു മെമ്മറബിളായിട്ടുള്ളൊരു ഡേ ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു. നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.